ഈ ജാതി സെൻസസ് റെക്കമെൻഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട് നമ്മുടെ പൊളിറ്റിക്സിൽ. അവരോട് എനിക്ക് ചോദിക്കാനുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാളുടെ മതം ചോദിക്കാൻ പാടില്ല. ഏത് മതത്തിൽ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വസിക്കാം, ഏത് ദൈവത്തോട് വേണമെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാം. അത് അവരുടെ വ്യക്തിപരമായ വിഷയമാണ്. മതത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കാറ്റഗറി, ഒരു സബ് കാറ്റഗറിയാണ് ജാതി. അപ്പം മതം ചോദിക്കാതെ എങ്ങനെയാണ് നമ്മൾ ജാതി ചോദിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരാൾ മതം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ ജാതി എന്തിന് വെളിപ്പെടുത്തണം? രണ്ടാമത്തെ കാര്യം, ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ പറയുന്നത് ഈ ജാതി സെൻസസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആരാണ് പിന്നോക്കം നിൽക്കുന്നത് എന്നത് അറിയാനായിട്ട് സാധിക്കുള്ളൂ, എത്ര പേരാണ് പിന്നോക്കം നിൽക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ജാതി സെൻസസ് എടുത്തെങ്കിൽ മാത്രമേ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ അറിയാൻ സാധിക്കുള്ളൂ. സാമ്പത്തിക സെൻസസ് എടുത്താൽ, അവരുടെ കുടുംബത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അളവിൻ്റെ സെൻസസ് എടുത്താൽ, അവരുടെ ആരോഗ്യത്തിൻ്റെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ആ കുടുംബങ്ങളിൽ ഉണ്ടോ എന്നതിൻ്റെ സെൻസസ് എടുത്താൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കില്ലേ? പിന്നെ എന്തിനാണ് ഈ ജാതിയിൽ പിടിച്ചു നിൽക്കുന്നത്? അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ജാതി എന്ന് പറയുന്ന കാര്യം ഹൈന്ദവ മതത്തിലുള്ള സംഗതിയല്ലേ? ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ജാതി ഉണ്ടോ? ക്രിസ്ത്യൻ എന്നിട്ട് അടിയിൽ പെന്റിക്കോസ്റ്റൽ എന്ന് എഴുതി വയ്ക്കും, അത് ജാതിയാണോ? പെന്റക്കോസ്റ്റൽസ് ജാതിയിൽ വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിം എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കാറ്റഗറി, ഷിയായോ സുന്നിയോ എന്താണ് നിങ്ങൾ എഴുതുന്നതെന്ന് വെച്ചാൽ അത് എഴുതി വയ്ക്കും, അത് ജാതിയാണോ? ഇനിയല്ല, നിങ്ങൾ മുസ്ലിമോ ക്രിസ്ത്യനോ ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ജാതി ഉണ്ടായിരുന്നു. ആ ജാതിയുടെ പേര് മുസ്ലിമോ ക്രിസ്ത്യനോ ആയതിനു ശേഷം ഉപയോഗിക്കുന്നത് ഉചിതമാണോ? അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ടോ? എന്തിനാണ് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ജാതി? മുസ്ലിംസും ക്രിസ്ത്യൻസും വാസ്തവത്തിൽ ജാതിക്ക് എതിരല്ലേ? അതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട്, നമ്മുടെ SNDP. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ജാതി ഏതാണ്? നിങ്ങൾക്ക് ജാതി ഉണ്ടോ? ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയ്ക്കെതിരെ നിന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് സ്കൂളിൽ പഠിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജാതി സെൻസസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഈ ജാതി വെളിപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഏതാണ് നിങ്ങളുടെ ജാതി? എല്ലാ മനുഷ്യർക്കും ഒരു ജാതിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേറിട്ട് പ്രത്യേകമായിട്ട് ഒരു ജാതി ഉണ്ടാകാൻ പാടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ അടിസ്ഥാന തത്വമാകുന്ന ഒരു ജാതി അല്ലേ വിശ്വസിക്കുന്നില്ലല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ ജാതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു ജാതിക്കാരാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ അടിസ്ഥാന തത്വത്തിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം, ജാതി എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള യാതൊരു വിവേചനവും നടത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ വിവേചനം നടത്താൻ പാടില്ല, പക്ഷെ റിസർവേഷൻ കൊടുക്കാം. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരം തിരിക്കുന്ന സമയത്തല്ലേ ഈ വിവേചനം വരുന്നത്? ജാതി ഒരു ക്രൈറ്റീരിയ ആക്കാതിരുന്നാൽ, ജാതി വെളിപ്പെടുത്താതിരുന്നാൽ, ജാതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രാധാന്യം പോലും കൊടുക്കാതിരുന്നാൽ, ജാതിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ അതോടെ തീരൂലേ? പിന്നെ നമുക്ക് ജാതിയുടെ പേരിലുള്ള വിവേചനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സെക്യുലർ ആയിരിക്കുന്ന ആരും ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നില്ല. ജാതി എന്ന് പറയുന്നത് മനു സംഹിതയിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഒക്കെ വരുന്ന കാര്യമാണ്. ഇതൊക്കെ ഹിന്ദു ടെക്സ്റ്റാണ്.
ഇതൊന്നും സെക്യുലർ ടെക്സ്റ്റ് അല്ല, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോൾ ഈ മനുവാദിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അവസാനത്തെ കാര്യം, ഏത് മതത്തിലാണ് ജാതി ഉള്ളത്? നിങ്ങൾ ആ ജാതി വ്യവസ്ഥയിൽ വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ 5 ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ജാതി എന്ന് പറയുന്ന കാര്യം എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജാതിയുടെ പേര് അവസാനം രേഖപ്പെടുത്താത്ത ഒരുപാട് പേരുണ്ട്. ഒരു വ്യക്തിയാണ് ശശി തരൂർ സാറ്. ശശി തരൂർ നായറായിരിക്കും അല്ലേ? എനിക്കറിഞ്ഞൂടാ എന്താണ് അവരുടെ ജാതി എന്ന്, ഐ ഡോണ്ട് നോ. ഇനി മോഹൻലാലും നായരാണെന്ന് എൻ്റെ വിശ്വാസം. ജാതിയുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ആ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ജാതിയുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യം, കാരണം അവർ ജാതി വ്യവസ്ഥയെ തന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ജാതിയുടെ ബന്ധത്തിലുള്ള എല്ലാവിധമായ വിവേചനങ്ങളെയും അവർ ഓർക്കുന്നു. അപ്പോൾ അവരൊക്കെ ഈ ജാതി സെൻസസിൽ പങ്കെടുത്തിട്ട് അവരെല്ലാവരും ഞാൻ ഹിന്ദുവാണ്, നായരാണ് എന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇനി എൻ്റെ ഫാമിലി, ഞാനൊരു മാർവാടിയാണ്, ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കുന്ന ഞാൻ ഈ ജാതി സെൻസസിൽ എങ്ങനെയാണ് പങ്കെടുക്കുക? എൻ്റെ മകൾ എന്ന് പറയുന്നത് പല ജാതികളിൽ നിന്നുള്ള ബ്ലഡ് അവളുടെ അകത്തുണ്ട്. എൻ്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അവരുടെ ജാതി ഏതാണ്? അവരെങ്ങനെ അവരുടെ ജാതി വെളിപ്പെടുത്തും? എന്താണ് എൻ്റെ മകളുടെ ജാതി? ഇനി ദളിത് ആയിരിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാരുടെ വിചാരം ദളിത് എന്ന് പറയുന്ന ഒരു ജാതിയാണെന്ന്. ദളിത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ആദ്യത്തെ 4 കാസ്റ്റ് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ പറഞ്ഞാൽ. അതിൽ ഫസ്റ്റ് 3 കാസ്റ്റ് എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാരായിട്ട് കാണുന്നു. 4ാമത്തെ കാസ്റ്റ് എന്ന് പറയുന്നത് ശൂദ്രർ. അവർ ജന്മനാ പാപികളാണ്, മറ്റു 3 ജാതികളെ സേവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണ് വിശ്വാസം. ഇനി അവരുടെ ശ്രമം എന്താണ്? ഈ ജന്മത്തിൽ ആദ്യത്തെ ആ 3 ജാതികളുണ്ടല്ലോ, അവരെ നന്നായി ശുശ്രൂഷിക്കുക, സേവിക്കുക, എന്നിട്ട് ഈ ജാതിയുടെ ഈ കോവേണിയിൽ അടുത്ത പടിയിലേക്ക് കയറുക. അപ്പോൾ ശൂദ്രനാണ് നിങ്ങളെങ്കിൽ അടുത്ത പടി എന്താണ്? നിങ്ങൾക്ക് ഒരു വൈശ്യനാകാൻ പറ്റും, ബനിയ എന്ന് പറയുന്ന ആ കാസ്റ്റിലേക്ക് വരാൻ പറ്റും. ഇനി അങ്ങനെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷത്രിയരെയും ബ്രാഹ്മണരെയും ശുശ്രൂഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാഹ്മണരാകാനോ ക്ഷത്രിയരാകാനോ സാധിക്കും അടുത്ത ജന്മത്തിൽ. ഈ ജന്മത്തിൽ സാധിക്കില്ല. പിന്നെ ഈ ബ്രാഹ്മണരെ നിങ്ങൾ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ക്ഷത്രിയർക്കും ബ്രാഹ്മണരാകാനായിട്ട് സാധിക്കും. ബ്രാഹ്മിൻ മെയിൽസിന് മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജാതിയുടെ പേരിൽ തന്നെ സെൻസസ് എടുക്കണം, അതിൽ യാതൊരു വിരോധമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജാതി എന്ന് പറയുന്ന പേരിൻ്റെ അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കാൻ പാടില്ല. അത് വളരെ വലിയൊരു ക്രൈമാണ് നിങ്ങൾ ഈ ഭാരതത്തോട്, ഇന്നത്തെ അവസ്ഥയിലായിരിക്കുന്ന ഈ ഭാരതത്തോട് ചെയ്യുന്നത്. അപ്പോൾ ദളിതിന് വാസ്തവത്തിൽ പറഞ്ഞാൽ ജാതിയില്ല. ദളിത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്താണ്. ഇപ്പോൾ ഈ 4 കാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് കാസ്റ്റ്. ഈ കാസ്റ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന സാധനമാണ് ദളിത്. ആ ദളിത് എന്ന് പറയുന്നത് കാസ്റ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവർ നമ്മുടെ ഈ ഹിന്ദു സമുദായത്തിനകത്ത് പെടുന്ന ആളുകളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദളിത് ജാതി അല്ലെങ്കിൽ ട്രൈബൽ കാസ്റ്റ് അല്ലെങ്കിൽ എന്താ അത്, ആ കാസ്റ്റ് എന്ന് പറയുന്ന കാര്യം തന്നെ മെൻഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പീപ്പിൾ ഗ്രൂപ്പായിട്ട് നമ്മൾ വേറെ രീതിയിൽ അതിന് വേറൊരു വാക്ക് പറയണം. ആ പീപ്പിൾ ഗ്രൂപ്പിന് നമ്മളൊരു പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഏർപ്പെടുത്താൻ. അതിനൊരു ജാതി കൊണോട്ടേഷൻ കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ എന്തിനാണ് ഈ ജാതി സെൻസസ് എടുക്കുന്നത്? സംവരണം കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നതെന്ന് നിങ്ങൾ പലരും വിചാരിക്കാറുണ്ട്. ഞാൻ സംവരണത്തിനെതിരാണ്. അപ്പം നിങ്ങൾ സവർണരാണെങ്കിൽ സംവരണത്തിനെതിരായിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. അത് ശരിയായിരിക്കാം, അത് ശരിയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് സംവരണം കൊടുക്കണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് ശരിയായ ക്രൈറ്റീരിയ പ്രകാരം കൊടുക്കണം. ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് പാവപ്പെട്ട ക്രിസ്ത്യൻസ് ഉണ്ട്, ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കളുണ്ട്. ഈ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. അവർക്ക് പ്രത്യേകിച്ചൊരു ജാതിയില്ല. ഈ പാവപ്പെട്ട ആളുകളെ മാത്രം നോക്കിയിട്ട്, അവരുടെ സാമ്പത്തിക അവസ്ഥ മാത്രം നോക്കിയിട്ട് സംവരണം കൊടുക്കുകയാണെങ്കിൽ
IAS ഓഫീസർ OBC റിസർവേഷൻ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, IAS ഓഫീസറുടെ മകനാണ്, അയാൾക്ക് OBC റിസർവേഷൻ കിട്ടി. ഇനി വലിയ വലിയ ഡോക്ടർമാരുടെ മക്കളാണ്, അവർക്ക് OBC ദളിത് റിസർവേഷൻ കിട്ടുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു കുടുംബത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ സംവരണം കിട്ടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതേ കുടുംബത്തിലുള്ള ആളുകൾക്ക് സംവരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സംവരണത്തിൻ്റെ എന്താ പറയുന്ന അതിൻ്റെ ഉദ്ദേശം തന്നെ ഇല്ലാതായി പോകും, അല്ലേ? എല്ലാവർക്കും കിട്ടണ്ടേ? ഒരൊറ്റ കുടുംബത്തിന് മാത്രം കിട്ടിയാൽ മതിയോ? അതിനാണോ ഈ സംവരണം ഉണ്ടാക്കിയത്? അല്ലല്ലോ. അപ്പോൾ ഈ ജാതി നോക്കുന്നതിനേക്കാളും അവരുടെ സാമ്പത്തിക അവസ്ഥ മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവർ ഏത് മതം വേണമെങ്കിലും ആയിക്കോട്ടെ, മതത്തിൻ്റെ കീഴിൽ വരുന്ന സബ് കാറ്റഗറിയാണ് ജാതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഞാൻ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പം ഞാൻ അതിൻ്റെ വിശദീകരണം തരികയാണ്. മതത്തിൻ്റെ അടിയിൽ വരുന്ന സബ് കാറ്റഗറിയാണ് ജാതി. ആ ജാതിയുടെ പേരേ നിങ്ങൾ ചോദിക്കാൻ പാടില്ല, കാരണം മതം പോലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇനി ജാതി നിങ്ങൾ ചോദിക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്, ചിലർക്ക് കൊടുക്കാതിരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. എന്താണെങ്കിലും ശരി, ഈ സംവരണം എന്ന് പറയുന്ന കാര്യം ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഏത് ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ജാതി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അവരുടെ സാമ്പത്തിക ശേഷി, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ, അവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ, ഏതെങ്കിലും പ്രത്യേകമായ രോഗങ്ങൾ ആ കുടുംബങ്ങളിൽ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ മറ്റ് സോഷ്യൽ ഡൈനാമിക്സും അതിനൊക്കെ വേറെ പേരിടാലോ. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സംവരണം കൊടുത്തുകൂടെ? ഈ ജാതിയുടെ പേരിലുള്ള സംവരണം കൊടുക്കുന്നത് കൊണ്ടാണ് പല മിസ്യൂസുകളും അബ്യൂസുകളും നടക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിന് ഒന്നിലധികം പ്രാവശ്യം സംവരണത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പാടില്ല. അത് മറ്റുള്ളവരോട്, സംവരണക്കാരിൽ തന്നെ പെട്ട മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഈ ജാതി സെൻസസ് എടുക്കാൻ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്താ അവരോട് പറയാം? എൻ്റെ പേര് മനോജ് കുമാർ ഖട്ടൂർ, ഞാനൊരു മെയിലാണ്, എൻ്റെ വയസ്സ് പറയും, എൻ്റെ മാതാപിതാക്കളുടെ പേര് പറയും. അടുത്ത അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യം മതം ഏതാണ്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ പോരെ? അടുത്ത അവർ ചോദിക്കാൻ താല്പര്യപ്പെടുന്ന ചോദ്യം ജാതി ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോൾ അവരെന്നെ OBCയിലിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും സംവരണം തരുമോ? ജയ് ഹിന്ദ്, ജയ് ഭാരത്, ഭാരത് മാതാ കി ജയ്, ഭാരത് പിതാ കി ജയ്.